ഇടുക്കി കട്ടപ്പനയിലെ ഇരട്ടക്കൊലപാതകത്തിൽ പ്രതി നിധീഷിനായി പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. നിധീഷിനെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന് പോലീസ് അറിയിക്കും. മറ്റൊരു പ്രതിയായ വിജയന്റെ ഭാര്യ സുമയെയും ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല. 3 പ്രതികളെയും ഒന്നിച്ച് ചോദ്യം ചെയ്താൽ നിർണായക തെളിവുകൾ ലഭ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. വിവരങ്ങളുമായി പ്രിൻസ് ജെയിംസ് ചേരുന്നു. പ്രിൻസ്, നാടിനെ നടുക്കിയ സംഭവമാണ്, ഒരു ഇരട്ടക്കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞ സംഭവം. പക്ഷേ ഇപ്പോഴും ദുരൂഹതകൾ ബാക്കിയാണ്. കുട്ടിയുടെ മൃതദേഹം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന ഒരു സാഹചര്യവുമുണ്ട്. അന്വേഷണ സംഘത്തിന് വെല്ലുവിളിയാകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഇരട്ടക്കൊലപാതകത്തിൽ നവജാത ശിശുവിന്റെ മൃതദേഹത്തെ സംബന്ധിച്ചുള്ള സൂചനകൾ ഇതുവരെയും പോലീസ് ലഭ്യമായിട്ടില്ല. വിജയന്റെ മൃതദേഹം കൊലപാതകത്തിന് ശേഷം ഇത് കുഴിച്ചിട്ട സ്ഥലം കൃത്യമായി പ്രതി നിതീഷ് കാണിച്ചു കൊടുക്കുകയും വീട്ടിനുള്ളിൽ നിന്ന് തന്നെ കണ്ടെത്തുക സാധിക്കുകയും ചെയ്തു. 2016 ഈ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയത്. എന്നാൽ മൃതദേഹത്തെ സംബന്ധിച്ച് യാതൊരു വിവരവും ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. മുഖ്യപ്രതിയായ നിതീഷ് ഇടയ്ക്കിടെ മൊഴി മാറ്റുന്നത് വലിയ പ്രതിസന്ധിയാണ് പോലീസിനെ സൃഷ്ടിച്ചത്. നിതീഷ് ചൂണ്ടിക്കാട്ടിയ പറഞ്ഞ സ്ഥലത്ത് 2 ദിവസങ്ങൾ പോലീസ് പരിശോധന നടത്തിയിരുന്നു. എങ്കിലും ഇവിടുന്ന് യാതൊരു തെളിവും ശേഖരിക്കാൻ സാധിച്ചില്ല. ഇതേ തുടർന്നാണ് ഇപ്പോൾ വിഷ്ണു, സുമ എന്നിവരടക്കം മറ്റു പ്രതികളിലേക്ക് കൂടി അവരെ കൂടി ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ ഒരു കൃത്യമായ നിഗമനത്തിലേക്ക് എത്താനാവൂ എന്ന നിലയിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. വിഷ്ണുവിനായി ഇന്ന് വിഷ്ണുവിനെ കസ്റ്റഡി ലഭിക്കാൻ ഇന്ന് അപേക്ഷ സമർപ്പിക്കുമെന്നാണ് സൂചന. നിലവിൽ മോഷണ കേസിൽ റിമാൻഡിൽ കഴിയുകയാണ് വിഷ്ണു. ശരി, പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്.